ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസയുടെ 323 ക്ലാസ്സാണ്. അൽ ഖുസൂമത്തു വദ്ദഅവ, തർക്കവും വാദങ്ങളും. പല പല പ്രശ്നങ്ങളിൽ കോടതിയിൽ തർക്കങ്ങളും കേസൊക്കെ വരും. അപ്പോൾ അവിടെ വാദങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇസ്ലാമിക കോടതികളിൽ വരുന്ന ആ വിഷയങ്ങളിലുള്ള നിയമങ്ങൾ. മദാറുൽ ഖുസൂമത്തി അല ഖംസത്തി ഉമൂരിൻ, തർക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷയം 5 കാര്യങ്ങളുടെ മേലിലാണ്. എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം. അദ്ദഅവ, ഒന്ന് വാദം, വൽ ബയ്യിനത്തു, സാക്ഷികൾ, വൽ ജവാബു, മറുപടി പറയൽ, വൽ യമീനു, സത്യം ചെയ്യൽ, വൻ നുക്കൂലു, സത്യത്തിൽ നിന്നുള്ള പിന്മാറ്റം. അപ്പോൾ ഇത് ഓരോന്നും 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഓരോന്നും പിന്നീട് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ദഅവ, ആദ്യം പറഞ്ഞത് ദഅവ എന്നാണ്, വാദം. വാദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഖ്ബാറുൻ അൻ ഉജൂബി ഹക്കിൻ ലിൽ മുഖ്ബിരി അലാ ഗൈരിഹി. ഒരാൾ വാദിക്കുമ്പോൾ ആ വാദം ഉന്നയിക്കുന്ന ആളാരാണോ അയാൾക്ക് മറ്റൊരാൾ ഒരു ഹക്ക്, ഒരു അവകാശം നിർബന്ധമായ രീതിയിൽ കൊടുക്കാനുണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുക, അറിയിക്കുക, അത് പറയുക. എവിടെ പറയുക? ഇന്ദ ഹാക്കിമിൻ, കാളിയുടെ അടുക്കൽ പോയി പറയുക. എനിക്ക് ഇന്നയാൾ ഇന്ന ഒരു അവകാശം, എനിക്ക് ഇന്ന കാര്യം ഇന്നത് തരാനുണ്ട്, അത് തരൽ നിർബന്ധമായിട്ടും എനിക്ക് കിട്ടേണ്ടതാണ് എന്ന് പോയി പറയൽ. അതിനെയാണ് വാദം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൽ ബയ്യിനത്തു, രണ്ടാമത് മേലെ പറഞ്ഞത് ബയ്യിനത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയ ഷുഹൂദു, സാക്ഷികളെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് യമീൻ എന്നാണ്. യമീൻ എന്ന് പറഞ്ഞാൽ അൽ ഹൽഫു, സത്യം ചെയ്യൽ എന്നാണ്. നാലാമത് പറഞ്ഞത് യമീനാണ്. മൂന്നാമത് പറഞ്ഞത് ജവാബ്, അഥവാ ഒരാളൊരു വാദം ഉന്നയിക്കുമ്പോൾ അതിന് എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ, ആർക്കെതിരെയാണോ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് ആ ആൾ മറുപടി പറയണത്, അതാ ജവാബ്. പിന്നെ പറയണത് സത്യം ചെയ്യൽ. വൻ നുക്കൂലു, അവസാനം ഒരു നുക്കൂല് എന്ന് പറഞ്ഞതാണ് അഞ്ചാമത് പറഞ്ഞത്. അൽ ഇംതിനാഉ അനിൽ ഹൽഫി, സത്യത്തിൽ നിന്ന് ഒഴിവാകൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ നടപടികൾ, ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് താഴെ വരണ്ട്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ യുഅത്തന്നാസു ബിദഅവാഹും, ആളുകൾക്ക് അവരുടെ വാദമനുസരിച്ച് ഓരോ അവകാശങ്ങൾ കൊടുക്കപ്പെടുകയാണെങ്കിൽ ലദ്ദഅ നാസുൻ ദിമാ റിജാലിൻ വ അംവാലഹും, ആളുകളിങ്ങനെ മറ്റുള്ള ആളുകളുടെ രക്തങ്ങളും അതേപോലെ സമ്പത്തുകളൊക്കെ ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കും. വലാകിൻ, എങ്കിലും വേണ്ടത് അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, വാദിക്കുന്ന ആളാരാണോ അയാൾ തെളിവ് കൊണ്ടുവരണം, സാക്ഷികളെ കൊണ്ടുവരണം. വൽ യമീനു അലാമൻ അങ്കർ, എതിർപക്ഷത്ത് നിഷേധിക്കുന്ന ആളുണ്ടെങ്കിൽ ആ ആള് സത്യം ചെയ്യാനും തയ്യാറാവണം. റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞതിൻ്റെ താല്പര്യം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കോടതിയിൽ വാദിച്ചു, എനിക്കെതിരെ എൻ്റെ ശാരീരികമായിട്ട് ഇന്നയാളെ അപകടപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നയാളുടെ ഭാഗത്തുനിന്ന് ഇന്ന സമ്പത്ത് കിട്ടാനുണ്ട് എന്നൊക്കെ വന്ന് ഒരാളങ്ങൾ വാദിക്കുമ്പോഴേക്കും ആ വാദം കേട്ട് കഴിയുമ്പോൾ, അങ്ങനെ ഒരു വാദം നടന്നു എന്നതുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ ആർക്കെതിരെയാണോ ഈ പരാമർശം വന്നത് അവർക്കെതിരെ നടപടിയെടുക്കുക. അതല്ലെങ്കിൽ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായി ഇവിടെ ഉപദ്രവിച്ചു, അപ്പോൾ അവരെ തിരിച്ച് അതിനുള്ള ശിക്ഷ കൊടുക്കുക. അതേപോലെ അവരുടെ ഭാഗത്തുനിന്ന് സമ്പത്ത് വാങ്ങിച്ചിട്ട് ഈ വാദിച്ച ആൾക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ തോന്നിയതൊക്കെ വാദിക്കാൻ വരൂലേ. അങ്ങനെ ഒരാൾ വാദിച്ചു എന്നതുകൊണ്ട് അങ്ങനെയൊന്നും നടപടിയില്ലല്ലോ. പകരം വ്യക്തമായ 3 കാര്യങ്ങൾ അവിടെ നടക്കണം.
തെളിവ് ഹാജരാക്കണം. എതിർപക്ഷത്തുള്ള നിഷേധിക്കുന്ന രൂപമാണെങ്കിൽ അവിടെ സത്യം ചെയ്യൽ വരണം. അങ്ങനെ പല നടപടികളുണ്ട്. അതിൻ്റെ വിവരണമാണ് ഇനി പറയണത്. ഫഇദാ അങ്കറൽ മുദ്ദഅ അലൈഹി, ആർക്കെതിരെയാണോ ഇവിടെ വാദം ഉന്നയിക്കപ്പെട്ടത് ആ ആൾ നിഷേധിച്ചു. എനിക്ക് അയാൾ 10,000 രൂപ തരാനുണ്ട് എന്ന് ഒരാൾ വന്ന് കോടതിയിൽ വാദിച്ചു, ഖാദിയുടെ അടുക്കൽ വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ അതിനെ നിഷേധിക്കുകയാണ്, ഇല്ല ഞാനങ്ങനെ കൊടുക്കാനില്ല എന്ന്. അപ്പോൾ വലം തക്കുല്ലിൽ മുദ്ദഈ, ഈ വാദിച്ച ആളോട് ഖാദി പറയും തെളിവ് കൊണ്ടുവന്നോളൂ എന്ന് പറയും, സാക്ഷികളെ കൊണ്ടുവരണം. അപ്പോൾ അയാൾക്ക് ബയ്യിനത്തുൻ, അവിടെ സാക്ഷികളില്ല എന്ന് പറയണം. അയാൾക്ക് അങ്ങനെ ആ വിഷയത്തിന് സാക്ഷികളില്ല എങ്കിൽ കുബില കൗലുഹു, എതിർപക്ഷത്ത് നിന്ന ആളുടെ നിഷേധം, ഞാൻ അങ്ങനെ കൊടുക്കാനില്ല എന്നാണല്ലോ അയാളുടെ വാദം, അത് സ്വീകരിക്കും. എങ്ങനെ? ബി യമീനിഹി, അവൻ്റെ സത്യം കൊണ്ട് സ്വീകരിക്കും. അപ്പോൾ ആർക്കെതിരെയാണോ ഉന്നയിക്കപ്പെട്ടത് വാദം, ആ ആൾ പറഞ്ഞു ഞാനങ്ങനെ കൊടുക്കാനില്ല. അപ്പോൾ വാദിച്ച ആളോട് പറയും സാക്ഷികളെ കൊണ്ടുവന്നോളൂ. അപ്പോൾ അയാൾ പറയാണ് സാക്ഷികളില്ല. ഇല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള ആളോട് പറയും എങ്കിൽ ഞാൻ കൊടുക്കാനില്ല എന്ന് സത്യം ചെയ്യൂ. അങ്ങനെ അയാൾ സത്യം ചെയ്താൽ അയാളുടെ വാക്ക് സ്വീകരിക്കപ്പെടും. ഫൈൻ നക്കല, അപ്പോൾ അയാൾ സത്യം ചെയ്യാൻ തയ്യാറല്ല, അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു, സത്യമൊന്നും ചെയ്യണില്ല എന്ന് അയാൾ പറയണേ, എങ്കിൽ റുദ്ദത്തിൽ യമീനു അലൽ മുദ്ദഈ, ഈ ആദ്യം ഈ വാദം ഉന്നയിച്ച ആളുണ്ടല്ലോ ആ ആളോട് പറയും എന്നാൽ നിങ്ങൾ സത്യം ചെയ്യുക, അയാളിലേക്ക് സത്യത്തെ മടക്കപ്പെടും. എതിർപക്ഷത്തുള്ള ആൾ സത്യം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആ സത്യം ചെയ്യാനുള്ള അവകാശം വാദിച്ച ആൾക്ക് കൊടുക്കും. അപ്പം കാര്യം യഥാർത്ഥമാണെങ്കിൽ വാദിച്ച ആൾക്ക് സാക്ഷികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത് വേറെ ആളെ കൊണ്ടുവരണം. അയാൾ വാദിക്കുന്ന വാദം കറക്റ്റാണെങ്കിൽ സത്യം ചെയ്യാന്ന് പറഞ്ഞത് അയാൾക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പം അയാൾ സത്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫൈൻ ഹലഫ, അപ്പം അയാൾ സത്യം ചെയ്തു, ഈ വാദിച്ച ആൾ, എങ്കിൽ ഇസ്തഹക്ക, അവനാ മുതലിന് അർഹത ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കോടതി പൈസ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങോട്ട്. വൈൻ ഇംതന, അപ്പം നോക്കുമ്പോൾ അയാൾ സത്യം ചെയ്യാനും തയ്യാറല്ല, അയാളുടെ അടുത്ത് തെളിവുമില്ല. ഇനി അയാളോട് മടക്കപ്പെട്ട സത്യം, അയാളിലേക്ക് സത്യം വന്നപ്പോൾ ആ സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ അതിനും തയ്യാറല്ല, എങ്കിൽ ഫലാ യസ്ബുത്തു ലി ഷൈഇൻ ലി അഹദിൻ, ഒരാൾക്കും ഒരു വസ്തുവും അവിടെ കിട്ടുന്നില്ല, ഒന്നും സ്ഥിരപ്പെടുന്നില്ല, കേസ് അവസാനിച്ചു. അതാണ് ഉസ്താദ് അടിയിൽ എഴുതിയത് തസ്കുത്തുൽ ഹുസൂമ, അപ്പോൾ ആ കേസ് അവസാനിച്ചു. ഇനി അദ്ദഅവ, വാദം, ഇൻകാനത്ത് ഉഖൂബത്തൻ ലി ആദമിയിൻ, ഒരു മാനുഷികമായ രീതിയിലുള്ള ഒരു ശിക്ഷയാണ് വാദം എന്ന് പറഞ്ഞാൽ. മറ്റൊരാൾക്കൊരു ശിക്ഷ കൊടുക്കണമെന്നതാണ്. കാരണം അയാളെന്തോ ഉപദ്രവം ചെയ്തു എന്നതിൻ്റെ പേരിൽ വാദിക്കുന്ന ആളെ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഒരാദമീന്, ഒരു മനുഷ്യന് ശിക്ഷ കൊടുക്കണമെന്ന. ഔ അക്കദൻ, അല്ലെങ്കിൽ വാദം എന്തോ ഒരു ഇടപാട് നടന്നു എന്നതാണ്, എന്തോ ഒരു ഇടപാട് ഇവിടെ നടന്നു, അതാ വാദം. ഔ ഫസ്ഖൻ, അല്ലെങ്കിൽ ഫസ്ഖിനെയാണ് വാദിക്കുന്നത്. ഫസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു ദുർബലപ്പെടുത്തൽ, ഇടപാടിനെ ദുർബലപ്പെടുത്തൽ നടന്നിട്ടുണ്ട്, അതാ വാദം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വജബ റഫ്ഉഹാലിൽ ഹാക്കിമി, അവിടെ ആ വാദം നിർബന്ധമായിട്ടും ഖാദിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്, എന്ന് പറഞ്ഞാൽ ഖാദിയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. അല്ലാതെ വലാ യജൂസുലിൽ മുസ്തഹിഖി അൽ ഇസ്തിഖ്ലാലു ബിസ്തിഫാഇഹ, ആ വാദം ആയിട്ട് പറയണ വിഷയം എന്താണോ, അവിടെ കിട്ടേണ്ട ഹക്ക് എന്താണോ, അത് ഈ കിട്ടേണ്ട അവകാശിയായ ആളാരാണോ ആ ആൾ തന്നെ സ്വന്തം അയാൾ തന്നെ അതങ്ങ് നടപ്പാക്കുക, അതങ്ങൾ നേടിയെടുക്കുക. ഖാദിയുടെ മുമ്പിൽ കോടതിയിൽ വിഷയമൊന്നും അവതരിപ്പിക്കാതെ, അത് പറ്റൂല, അതിന് അനുവാദമില്ല. ഖാദിയുടെ മുമ്പിൽ പോകണം, ഖാദിയിലേക്ക് കേസ് കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ മറ്റൊരാൾ ഉപദ്രവിച്ചു, അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്,
എന്ന് വാദിക്കുന്നു. ഇടപാട് ഉദാഹരണം പറഞ്ഞാൽ ഒരു പെണ്ണുമായിട്ടുള്ള നിക്കാഹ് നടന്നിട്ടുണ്ട്, നിക്കാഹ് നടന്നതാണ് എന്ന് വാദിക്കുക ഒരാൾ. അതുകൊണ്ട് ആ നിക്കാഹ് നടന്നു എന്നതിനനുസരിച്ച് ആ പെണ്ണിനോട് ഭാര്യയെപ്പോലെ പെരുമാറുകയും ഒക്കെ ചെയ്യുക. ഇയാൾ സ്വന്തം അങ്ങോട്ട് ചെയ്യുക. ഉദാഹരണം, അല്ലെങ്കിൽ ഒരു ദുർബലപ്പെടുത്തൽ, ഒരു ഫസ്ക് നടന്നിട്ടുണ്ട് എന്നാണ് വാദം. അപ്പോൾ അതിനനുസൃതമായ കാര്യങ്ങൾ ഇയാൾ തന്നെ സ്വന്തം അങ്ങോട്ട് നിർവഹിക്കുക. അത് പറ്റൂല. കാളിയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കണം. ഇനി വൈങ്കാനത്ത് വാദം മാലൻ മുതലാണ്, 10,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്, മറ്റേയാൾ തരാനുണ്ട് എന്നാ വാദം. ആ മുതൽ എന്ന് പറയുമ്പോൾ ഐനൻ ഔ ദൈനൻ, 2 തരം വരാം. ഇവിടെ പ്രത്യേകമായൊരു വസ്തു ഉണ്ട്, ആ വസ്തു എനിക്ക് കിട്ടാനുള്ളതാണ്, അല്ലെങ്കിൽ കടം. അതപ്പോൾ ഞാൻ പറഞ്ഞത് 10,000 രൂപ അവൻ എനിക്ക് കടം വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് തരാനുണ്ട്. ഐനെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ. ആ വസ്തു അത് എൻ്റെ അടുത്തുനിന്ന് അവൻ വായ്പ എടുത്തതാണ്, അതെനിക്ക് കിട്ടാനുള്ളതാണ് എന്ന്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടാനുള്ളൊരു മുതലാണ് അവിടുത്തെ വിഷയം, വാദമായിട്ട് അവതരിപ്പിക്കുന്നത്. എങ്കിൽ ഫലഹു ഇന്ദ അമ്നിൽ ഫിത്നത്തി അഹുദുഹു ഇസ്തിക്ലാലൻ. അതിനിപ്പോൾ കാളിയുടെ അടുത്ത് പോകണം എന്നില്ല, ഫിത്നയൊന്നുമില്ല, കുഴപ്പങ്ങൾക്കൊന്നും സാധ്യതയില്ലെങ്കിൽ അവന് തന്നെ സ്വന്തമായിട്ട് ആ മുതൽ മറ്റവനിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കാം, അവനിങ്ങോട്ട് വാങ്ങാം. അതിനിപ്പോൾ കാളിയുടെ അടുത്ത് പോകണമെന്നില്ല. നാം പക്ഷേ ഇങ്കാനൽ മദീനു ഗൈറ മുംതനീൻ, ഈ കൊടുക്കാൻ ബാധ്യസ്ഥനായവൻ അവനങ്ങനെ തടസ്സമൊന്നും നിൽക്കണില്ല. അതായിഹി, അത് കൊടുക്കാനുള്ളതെന്തോ അത് കൊടുക്കണേന് അവനൊരു തടസ്സമില്ല. അങ്ങനെയാണെങ്കിൽ ലം യജുസിലി ദാഇനി അഖ്ദു ഷൈഇൻ മിൻ മാലിഹി മിൻ ഗൈരി മുതാലബത്തിൻ, അവനോട് പോയിട്ട് ചോദിക്കുകയൊന്നും ചെയ്യാതെ അവൻ്റെ മുതലിൽ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകൽ ഈ കടം കൊടുത്ത ആൾക്ക് ഒരിക്കലും അനുവാദമില്ല. 10,000 രൂപ അവന് കടം കൊടുത്തിട്ടുണ്ട്, അപ്പം ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പോൾ അവൻ ആ 10,000 രൂപ ഇങ്ങോട്ട് കൊടുക്കുന്നതിന് അവനൊരു തടസ്സമില്ല. വാങ്ങിച്ച ആളാരോ അയാൾ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവനോടൊന്നും ചോദിക്കാതെ അവൻ്റെ വീട്ടിൽ നിന്നോ അവിടെ മറ്റോ പോയിട്ട് അവൻ്റെ മുതലെടുത്തുകൊണ്ട് പോവുക, അല്ല എനിക്ക് 10,000 കിട്ടാനുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. എന്നാൽ അതിന് അവൻ തടസ്സം പറഞ്ഞവനല്ലല്ലോ കൊടുക്കുന്നതിന്. ഇനി അമ്മൽ ഉഖൂബത്തു ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ, അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ നിരസിച്ചു, അതിനെതിരെ നിന്നു എന്നതിൻ്റെ പേരിൽ കിട്ടുന്ന ചില ശിക്ഷകളുണ്ട്. ആ ശിക്ഷയാണ് ഒരാൾ വാദിക്കണത് ഇവിടെ. അതിനാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ശിക്ഷ എന്ന് പറയണത്. ഉദാഹരണം പറഞ്ഞൊക്കെ ഹദ്ദി സിന, വ്യഭിചാരത്തിൻ്റെ ഹദ്ദ്. അപ്പോൾ ഒരാൾ വാദിക്കണ ഒരു വാദം എന്താണ്? ഇന്ന കക്ഷിക്ക് വ്യഭിചാരത്തിൻ്റെ ശിക്ഷ കൊടുക്കപ്പെടേണ്ട ആളാണ്, അതാ വാദം. സരിക്കത്തി, അതേപോലെ ഇന്ന കക്ഷിക്ക് മോഷണത്തിൻ്റെ ശിക്ഷ കൊടുക്കപ്പെടേണ്ട ആളാണ്, മോഷ്ടിച്ചാൽ അവൻ്റെ കൈ വെട്ടപ്പെടണമെന്നുള്ളത് അള്ളാഹു ദുന്യാവിൽ വെച്ച നിയമങ്ങളെ ലംഘിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷയാണത്. അതേപോലെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്നൊക്കെ പറയണം. ഇവിടെ ഫലാ തുസ്മഉ ഫീഹ ദഅവ, ഇവിടെ വാദം കേൾക്കൽ എന്ന സംഗതി അവിടെ ഇല്ല. കാരണം എന്താ? ലിന്തിഫായി ഹക്കിൽ മുദ്ദഇ ഫീഹ, അവിടെ വാദിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അവകാശം കിട്ടാനുണ്ട് എന്ന് പറയാൻ അവിടെ ഇല്ലല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഈ വാദിച്ച ആൾക്കിപ്പോൾ ഇന്ന ആൾ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ കിട്ടേണ്ടവനാണ് എന്ന് വാദിച്ചത് കൊണ്ട് ഈ വാദിക്കുന്നവന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. നമ്മൾ നേരത്തെ ദഅവ എന്ന് പറഞ്ഞാൽ പറയുന്നവന് അപരൻ ഒരു അവകാശം കൊടുക്കാനുണ്ട് എന്ന് കാളിയുടെ അടുക്കൽ വാദിക്കൽ, അതാ ദഅവ എന്ന് നേരത്തെ പറഞ്ഞേക്കണം. ആ നിലക്ക് ഇപ്പം ഈ പറഞ്ഞൊന്നും ദഅവയല്ല. അപ്പോൾ ഫത്വരീഖു ഫി ഇസ്ബാത്തിഹ, ഇങ്ങനെ ഒരു വാദം വന്നാൽ ആ വാദം സ്ഥിരപ്പെടുത്തുന്നതിലുള്ള മാർഗം ഷഹാദത്തുൽ ഹിസ്ബ എന്ന് പറയുന്ന സംഗതിയാണ്. ഷഹാദത്തുൽ ഹിസ്ബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സാക്ഷിത്വം, അതാണ്.
അപ്പം അതിന് അവിടെ ആരും ഒരു വാദം ബാധിക്കുന്നില്ല. പിന്നെ അയാളോട് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളതിന് സാക്ഷി പറയാൻ വരുമോ എന്ന് ഈ സാക്ഷിയോട് ആരും ആവശ്യപ്പെടുന്നുമില്ല. അതിനു മുമ്പ് തന്നെ അയാൾ കോടതി ചെല്ലുക. അതിൻ്റെ ഒരു ഉദാഹരണം രൂപം അവിടെ അടിക്കുറിപ്പിൽ ഉസ്താദ് കൊടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കോടതിയിലേക്ക് ചെന്നിട്ട് അവർ പറയാണ്, നെഹനു നഷ്ഹദു അല ഫുലാനിം ബി കദാ ഫഅഹ്ദിറുഹു നഷ്ഹദ് അലൈഹി. ഞങ്ങൾ ഇന്ന വ്യക്തിക്കെതിരിൽ ഒരു കാര്യം സാക്ഷി പറയാൻ വേണ്ടി വന്നതാണ്, ആ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞങ്ങൾ അയാളെ നിർത്തിക്കൊണ്ട വിഷയത്തിൽ സാക്ഷി പറഞ്ഞേക്കാം. അല്ലാതെ വരുമ്പോൾ തന്നെ അവരിങ്ങോട്ട് വന്നിട്ട് ഒരു നാലാളിങ്ങോട്ട് വന്നിട്ട് ഫുലാനുൻ സന, ഇന്ന വ്യക്തി വ്യഭിചരിച്ചു, അങ്ങനെ പറയലല്ല. അങ്ങനെ പറഞ്ഞാൽ അവരെ ഖദ്ഫ് നടത്തിയവർ, ആരോപണങ്ങൾ പറഞ്ഞവർ എന്ന നിലയിൽ അവർക്ക് ശിക്ഷ കിട്ടും. അവർ പറയേണ്ട ഷഹാദത്തുൽ ഹിസ്ബ എന്ന് പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞതാണ്. അതായത് ഞങ്ങൾ ഒരാൾക്കെതിരിൽ ഒരു കാര്യം സാക്ഷി പറയാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ നിങ്ങൾ ആ ആളെ വരുത്തൂ, ആ ആളെ വരുത്തിയാൽ ഞങ്ങൾ സാക്ഷി പറയാം എന്ന് പറയണതന്നെയാണ് ഷഹാദത്തുൽ ഹിസ്ബ എന്ന് പറയണത്. അപ്പോൾ ഈ ശിക്ഷാ നടപടികളിലൊക്കെ ശരിക്ക് അതാണ് വേണ്ടത് എന്നാണ് പറയണത്. അല്ലാതെ വാദം എന്നതിന് അവിടെ പ്രസക്തിയില്ല. അടുത്തത് ഷുറൂത്തു ദഅവ, വാദത്തിൻ്റെ നിബന്ധനകൾ. ശുരിത ഫി ദഅവ, വാദത്തിൽ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു, നിബന്ധനയാക്കപ്പെട്ടിരിക്കുന്നു, സിത്തത്തു ഉമൂരിൻ, 6 കാര്യങ്ങൾ. അല്ലവ്വൽ, ഒന്നാമത്തേത് കൗനുഹ മഅലൂമത്തൻ മുഫസ്സലത്തൻ, വാദം എന്നുള്ളത് അറിയപ്പെട്ടതായിരിക്കണം, അത് വളരെ വിശദീകരിക്കപ്പെടുന്നതുമായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഊഹാഭോഗം വന്ന് പറയലല്ല വാദം, വളരെ വിവരിക്കപ്പെട്ട് പറയണത്. കദിക്രി ജിൻസിൻ, എന്തെങ്കിലും ഒരു വസ്തു ഒരാൾക്ക് കിട്ടാനുണ്ട് എന്നുള്ളപ്പോൾ പറയണ വാദം. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ വർഗം, എന്താണ് ആ വസ്തുവിൻ്റെ വർഗം എന്താണ്, നൗഇൻ അതിൻ്റെ ഇനം എന്താണ്, ഖദരിൻ അതിൻ്റെ അളവ് എത്രയാണ് എന്നൊക്കെ പറയണം. ഫി നഖദിൻ, നാണയമാണ്, ഔ ദൈനിൻ അല്ലെങ്കിൽ കടമാണ് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, കടം കിട്ടാനുള്ളതാണ് അല്ലെങ്കിൽ നാണയം എനിക്ക് കിട്ടാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വർഗവും ഇനവും അളവും ഒക്കെ പറയണം. ഇത്ര ഇന്ന വസ്തു ഇന്ന ഇനത്തിൽപ്പെട്ടത് ഇത്ര അളവ് അല്ലെങ്കിൽ ഇത്ര തൂക്കം എന്നോ അതൊക്കെ പറയാം. അതേപോലെ ദിക്രി സിഫത്തിൻ ഫി ഐനിൻ, ഒരു വസ്തുവാണ്, എന്തെങ്കിലും ഒരു വസ്തു, ആ വസ്തു എൻ്റെതാണ്, എനിക്ക് കിട്ടേണ്ടതാണ് എങ്കിൽ, അങ്ങനെയാണ് വാദമെങ്കിൽ അവിടെ ആ വസ്തുവിൻ്റെ വർണ്ണനകൾ, വിശേഷണങ്ങൾ പറയണം. ദിക്രി ജിഹത്തിൻ വ മഹല്ലിൻ വ ഹുദൂദിൻ ഫി അഖാരിൻ, മാറ്റപ്പെടുകയില്ലാത്ത എന്തെങ്കിലും ഒന്നാണ് അതിനെപ്പറ്റിയ വാദം വന്നത്. എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. ഉദാഹരണം, ഒരു ഭൂമി, ഒരു സ്ഥലം, അതിനെ സംബന്ധിച്ച വാദം നടക്കണമെങ്കിൽ അതിൻ്റെ ഏരിയ, ജിഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിശ പറയണം, അത് നിലകൊള്ളുന്ന പ്രദേശം പറയണം, അവിടുത്തെ അതിൻ്റെ അതിർത്തികൾ പറയണം. അപ്പോൾ ഇന്ന ദിശയിൽ ഇന്ന നാട്ടിലെ ഇന്ന സ്ഥലത്തെ അവിടെ ഇന്ന അതിരിലുള്ള സ്ഥലം, ഇത്ര സ്ഥലം എന്നൊക്കെയുള്ള നിലയിൽ പറയണം. അതേപോലെ ദിക്രി സിഹത്തിൻ തഫ്സീലൻ ഫി നിക്കാഹിൻ, ഒരു നിക്കാഹിൻ്റെ കാര്യത്തിലാണ് വാദം നടക്കുന്നതെങ്കിൽ വിശദമായി തന്നെ ആ നിക്കാഹ് സ്വഹീഹായിരുന്നു എന്ന് പറയണം. സ്വഹീഹായ നിക്കാഹാണ് നടന്നത്, അത് വിശദമായി പറയണം. ഇജ്മാലൻ ഫി അഖദിൻ മാലിയൻ, ഒരു സാമ്പത്തിക ഇടപാട് നടന്നു എന്നതാണ് വാദിക്കണതെങ്കിൽ അവിടെ മൊത്തത്തിൽ അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ വളരെ വിശദമായിട്ട് ആ സാമ്പത്തിക ഇടപാട് സ്വഹീഹായിരുന്നു എന്ന് സ്ഥാപിക്കുകയല്ല, മൊത്തത്തിൽ അത് ശരിയായൊരു ഇടപാട് തന്നെയാണ് നടന്നത്
എന്ന് പറയണം. ഒസാനി രണ്ടാമത്തെ നിബന്ധന, 6 കാര്യങ്ങളാണുള്ളത്. അതിൽ രണ്ടാമത്തെ നിബന്ധന കൗനുഹ മുഅയ്യനത്തൻ, ഈ വാദം എന്നുള്ളത്